മുട്ട മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 3 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ടയെല്ലാം കത്തി ഉപയോഗിച്ചൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. എങ്കിലേ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചു കിട്ടത്തുള്ളൂ. ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചെറിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി, ചെറിയ സ്പൂണിന് തന്നെ 1/2 സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ചെറിയ സ്പൂണിന് 1 സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ വലിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചൂടായിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും. എരിവ് കൂടുതലായിട്ട് ആവശ്യമുള്ളവർക്ക് മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്.